പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിച്ചതിൽ വൻ പ്രതിഷേധം. ഡിവിഷൻ ആസ്ഥാനം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചു. ഡിവിഷൻ ആസ്ഥാനത്തിന് അകത്തു കടന്നും പ്രതിഷേധം. വനിതകളടക്കം പ്രവർത്തകരെ പോലീസും റെയിൽവേ പോലീസും കയ്യേറ്റം ചെയ്തുവെന്നും പരാതി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കാനുള്ള നീക്കത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധത്തിനാണ് ഡിവിഷൻ ആസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രാവിലെ 8 മണിയോടെ ഡിവിഷൻ ഓഫീസിന്റെ 4 ഗേറ്റുകളും ഉപരോധിച്ചു. ജീവനക്കാരെ പല വഴികളിലൂടെ ഉള്ളിൽ കയറ്റാൻ റെയിൽവേ പോലീസ് ശ്രമിച്ചതോടെ മതിലും ഗേറ്റും ചാടിക്കടന്ന് പ്രവർത്തകർ ഓഫീസിനുള്ളിലേക്ക് ഇരച്ചുകയറി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഓഫീസ് മുറ്റത്ത് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ തടയാൻ പോലീസിന് ഏറെ പാടുപെടേണ്ടി വന്നു. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ സജീവമായി പങ്കെടുത്തു. പാലക്കാട് ഡിവിഷൻ വിഭജിക്കാനുള്ള നീക്കം പൂർണ്ണമായും പിൻവലിക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വ്യക്തമാക്കി. പ്രതിഷേധ സമരം CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. സഖാവ് ബ്രിട്ടാസിന്റെ ഒരു ചോദ്യത്തിന് മറുപടിയായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒരു ഉത്തരം കൊടുത്തു. എന്താ ഉത്തരം? കോച്ച് ഫാക്ടറി ഞങ്ങൾ എന്നേ ഉപേക്ഷിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ആരും തർക്കിക്കണ്ട. അപ്പോ മറ്റേ കക്ഷിന്റെ വായിൽ പഴവും മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ? പാലക്കാട് MP പഴം മെഴുകിയിട്ടിരിക്കുക. ഇങ്ങനെ ഒരു ഉളുപ്പമില്ലാതെ പാലക്കാട് ജനതയെ വഞ്ചിക്കുക, കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാടല്ലേ കേരളത്തിലെ കോൺഗ്രസിന്റെ എംപിമാരും UDFന്റെ എംപിമാരും പാലക്കാട് എംപിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓഫീസ് പ്രവർത്തനം നിശ്ചലമായി. റെയിൽവേ പോലീസും സംസ്ഥാന പോലീസും സംയുക്തമായി പ്രവർത്തകരെ നേരിട്ടു. വനിതാ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അടക്കം വലിച്ചിഴച്ചു. സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജയദേവൻ പറഞ്ഞു. പാലക്കാട് ഡിവിഷൻ കേരളത്തിനകത്തെ, ഇന്ത്യ രാജ്യത്തിനകത്തെ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ഡിവിഷനെ, ആ വരുമാനത്തിന്റെ ഏറിയ പങ്കും വഹിക്കുന്ന മംഗലാപുരം സെൻട്രലും മംഗലാപുരം ജംഗ്ഷനും പരമ്പൂർ റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെ മൈസൂരു ഡിവിഷനിലേക്ക് ചേർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. കർണാടക തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് BJP നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകമാണ്. കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് BJP സർക്കാർ ചെയ്തിട്ടുള്ളത്. അതിന് ഒത്താശ പാടുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. ഈ നേരം വരെയായി പാലക്കാടിന്റെ MP കേന്ദ്രത്തിനകത്ത് പോയി കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണാനോ ഇവരുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനോ തയ്യാറാവാതെ പാലക്കാട് നിന്ന് ചുറ്റിക്കറങ്ങുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. വിഭജനത്തിനെതിരെ എതിർപ്പുകൾ ഉണ്ടെങ്കിലും ഇതാദ്യമായാണ് റെയിൽവേ ഡിവിഷൻ ആസ്ഥാനം പ്രതിഷേധത്തിന്റെ ചൂടറിയുന്നത്. കൈരളി ന്യൂസ്, പാലക്കാട്.